ഈ നിമിഷം നിങ്ങൾക്കുള്ള ഏഞ്ചൽ മെസ്സേജസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ജനറൽ റീഡിംഗ് വീഡിയോസൊക്കെ കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ ഒരു പേജ് ഒന്നും മറക്കാതെ ഫോളോ ചെയ്തേക്കുക. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി ഒന്നിലധികം ജനറൽ റീഡിംഗ് വീഡിയോസ് ഈ ഒരു പേജിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലൊന്ന് ഡി എം ചെയ്താൽ മതി. റീഡിംഗ് എന്നൊന്ന് ഡി എം ചെയ്യുക. റീഡിംഗ് പെയ്ഡ് ആയിരിക്കും. നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലായിക്കോട്ടെ കരിയറിലായിക്കോട്ടെ ഒരു ക്ലാരിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജ് ഫോളോ ചെയ്തതിന് ശേഷം നിങ്ങൾ കമൻറ്റിൽ 111 എന്നുള്ള ഏഞ്ചൽ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം വീഡിയോ തുടർന്ന് കാണാം. അപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ള 2 കാർഡ്സിൻ്റെ എനർജി പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഒരു ഏകാന്തതയോ അല്ലെങ്കിൽ സാമ്പത്തികമോ മാനസികമോ ഒക്കെ ആയിട്ടുള്ള പ്രയാസങ്ങളൊക്കെ മാറാൻ പോകുന്നു എന്നുള്ളൊരു സൂചനയായിട്ടുള്ളൊരു മെസ്സേജാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതായത് നിങ്ങൾ തനിച്ചല്ലെന്നും നിങ്ങൾക്ക് ചുറ്റുമുള്ള സഹായങ്ങളെ നിങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കണമെന്നും ഈ ഒരു കാർഡ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു വലിയ മാറ്റം സംഭവിക്കാൻ പോകുന്നൊരു ടൈമായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു പ്രയാസകരമായിട്ടുള്ള സമയത്ത് ശരിയായിട്ടുള്ളൊരു പാത തിരഞ്ഞെടുക്കാനും നിങ്ങളുടെ ആത്മീയമായ വളർച്ചയിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നുണ്ട്. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വാസം കൈവിടരുത്. മേ ബി നിങ്ങൾ മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ ഡൗൺ ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് ഇനി അങ്ങോട്ടേക്ക് പറ്റില്ല എന്നുള്ള രീതിയിൽ എത്തിയിട്ട് മേ ബി കുറേ പേരെങ്കിലും അങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ വിശ്വാസം കൈവിടരുത്. ഇത് വെറും താൽക്കാലികമാണ്. ഈ ഒരു നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു വിഷമകരമായ സിറ്റുവേഷൻ വെറും താൽക്കാലികമാണെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കഷ്ടപ്പാട് നിങ്ങളെ കൂടുതൽ കരുത്തുള്ളവരാക്കാനായിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നെ തരുന്ന ഒരു ലെസൺ ആയിട്ടാണ് കാണുന്നത്. അപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള വിശ്വാസത്തെ മുറുകെ പിടിക്കാനും യൂണിവേഴ്സ് നിങ്ങൾക്ക് മുന്നിലൊരു പുതിയ വാതിൽ തുറന്ന് തരുന്നതായിട്ടുമൊക്കെയാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ മാത്രമല്ല നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ സ്പിരിച്വലി കണക്റ്റഡ് ആവാനായിട്ടുള്ള സമയം കൂടിയായിട്ട് കാണുന്നുണ്ട്. സോ നിങ്ങൾ പാരമ്പര്യമായിട്ട് വിശ്വസിക്കുന്ന മൂല്യങ്ങളിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകാൻ കഴിയുന്ന ഒരു വ്യക്തിയിലേക്കോ ഒക്കെ തിരിയാൻ സമയമായിട്ടുണ്ടെന്ന് കാണുന്നുണ്ട്. അതായത് ഒരു മെൻറ്ററോ ഒരു ഗുരുവോ അല്ലെങ്കിൽ നിങ്ങളൊരു അഡ്വൈസ് എപ്പോഴും സ്വീകരിക്കുന്ന ഒരാൾ അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ മേ ബി ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങളുടെ ചുറ്റിനും അല്ലെങ്കിൽ നിങ്ങളെപ്പോഴും അഡ്വൈസൊക്കെ സ്വീകരിക്കാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിവുള്ളവരൊക്കെ നിങ്ങൾക്ക് ചുറ്റിനും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിൽ നിന്നുകൂടി അഡ്വൈസ് സ്വീകരിച്ച് പോസിറ്റീവായിട്ട് ഇരിക്കുക. തളർന്നു പോകരുതെന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ യൂണിവേഴ്സ് തരുന്ന മെസ്സേജ്. കാരണം ഇപ്പോഴുള്ള സിറ്റുവേഷൻ കുറച്ച് പ്രയാസകരമായിരിക്കാം. മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ കുറേ പേരെങ്കിലും ഡൗൺ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും. ഇതൊക്കെ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു കാലം വരാനിരിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ വിഷമം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ മാക്സിമം പോസിറ്റീവായിട്ട് ഇരുന്നുകൊണ്ട് ഈ ഒരു ഒബ്സ്റ്റക്കിൾസിനെ നേരിടാനായിട്ടുള്ള കരുത്ത് ആർജിച്ചെടുക്കുക എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ഈ ഒരു എനർജി